നമസ്കാരം. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ഇനിയും വർദ്ധിക്കാൻ സാധ്യത. ഈയിടെയാണ് പെട്രോൾ ഡീസൽ വില ഇന്ത്യ വർദ്ധിപ്പിച്ചത്. 3 രൂപയാണ് കൂട്ടിയിരുന്നത്. ക്രൂഡ് ഓയിൽ പ്രതിസന്ധി കാരണം ഇനിയും വില വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയിരുന്ന ഇളവ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ക്രൂഡ് ഓയിൽ എവിടെ നിന്നും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യയിലെ എണ്ണ സംഭരണികൾ നിലവിൽ കാലിയാവുന്ന അവസ്ഥയാണ് നേരിടുന്നത്. ഹോർമുസ് പ്രതിസന്ധി കാരണം ഹോർമുസ് വഴി ക്രൂഡ് ഓയിൽ എത്തുന്നില്ല. ഇതോടെയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കില്ല എന്ന് US പ്രഖ്യാപിച്ചത്. ആ ഇളവാണ് ഇപ്പോൾ നീക്കിയത്. നിലവിൽ കപ്പലുകൾ കയറ്റിയ ക്രൂഡ് ഓയിൽ വിൽക്കാൻ ഏപ്രിൽ വരെയായിരുന്നു ഇളവ് നൽകിയത്. ഇത് പിന്നീട് 30 ദിവസത്തേക്ക് കൂടി നീട്ടി. ഇതാണ് മെയ് 16 അവസാനിച്ചത്. ഇനി ഇളവ് നീട്ടാൻ കഴിയില്ലെന്ന തീരുമാനത്തിലാണ് US. ഇനി എവിടെ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുമെന്ന ചോദ്യമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളതും. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. മെയ്യിലെ ആദ്യ 2 ആഴ്ചകളിൽ പ്രതിദിനം 2.3 ദശലക്ഷം റഷ്യൻ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ വാങ്ങിയത്. മാർച്ചിൽ ഇത് പ്രതിദിനം 2.25 ദശലക്ഷം ബാരലായിരുന്നു. റഷ്യയ്ക്ക് പുറമെ ഒമാൻ, വെനസ്വേല, അങ്കോള, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ക്രൂഡ് ഓയിലിൻ്റെ രാജ്യാന്തര വില ബാരലിന് $105 മുകളിലാണ്. ഇറാൻ US യുദ്ധം വീണ്ടും തുടങ്ങിയേക്കുമെന്ന ആശങ്കകൾ ഇപ്പോൾ ശക്തമാണ്. ഇതോടെ ക്രൂഡ് ഓയിൽ വില ഇനിയും ഉയരാനാണ് സാധ്യത. ഇതോടെ സ്വർണ്ണവില ഇടിഞ്ഞിട്ടുമുണ്ട്. എണ്ണവില കുറഞ്ഞാലേ ഇനി സ്വർണം കയറാൻ സാധ്യതയുള്ളൂ. അതേസമയം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. ഇന്ത്യൻ റുപ്പി ഇന്ന് രാവിലെ ഡോളറിനെതിരെ 20 പൈസ ഇടിഞ്ഞ് 96.20 കൂപ്പുകുത്തി. രൂപയുടെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന മൂല്യമാണിത്. ഇനി ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്താലും ചെലവ് കൂടും. ഇതിനിടയിലാണ് പെട്രോൾ ഡീസൽ വില ഉയരാനുള്ള സാധ്യത കൂടി വരുന്നത്. പെട്രോൾ ഡീസൽ വില കൂടിയാൽ ഒപ്പം വിലക്കയറ്റം കൂടി എത്തും. നിലവിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3000-ൽ കൂടുതൽ ആണ്. ഗാർഹിക സിലിണ്ടറിനും വില കയറാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്.